ഹായ്, 2025 എൻ്റെ ആദ്യത്തെ പർച്ചേസ് അതൊരു ഓഡിയോ ഡിവൈസ് ആണ്. ആ ഓഡിയോ ഡിവൈസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി. നമ്മൾ വീഡിയോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഓഡിയോ ക്വാളിറ്റിയിലെ കോംപ്രമൈസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൈവശം നല്ലൊരു ഓഡിയോ ഡിവൈസ് വേണം. എന്നാൽ ആ ഓഡിയോ ഡിവൈസിന് ഓവർ ബഡ്ജറ്റും ആവരുത്, അതേപോലെ തന്നെ നല്ല ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയും വേണം. അതിനൊരു പരിഹാരമാണ് ഡിജിടെക്കിൻ്റെ DWM-101 വയർലെസ് മൈക്രോഫോൺ. ഡിജിടെക്കിൻ്റെ ഈ വയർലെസ് മൈക്ക് പർച്ചേസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ പ്രൈസാണ്. മാർക്കറ്റിൽ നിലവിലുള്ള മറ്റ് ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഓൺലൈനിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4399 രൂപ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡീസൻറ്റ് ഓഡിയോ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് ഇതിന് പോരായ്മകളൊന്നും ഇല്ലെന്നല്ല, അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഈ മൈക്ക് നമുക്ക് ലഭിക്കുന്നത് ഡിജിടെക്കിൻ്റെ ലോഗോ ഉള്ള ഒരു ബ്ലാക്ക് ഹാർഡ് കേസ് ബോക്സിലാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു റിസീവറും 2 ട്രാൻസ്മിറ്ററും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് പല ഡിവൈസിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കണക്റ്റിംഗ് കേബിളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന കണക്റ്റിംഗ് കേബിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഡബിൾ സൈഡ് ടൈപ്പ് സി വരുന്ന ഒരു കേബിളും, 2 ഐഫോണിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റനിങ് വിത്ത് ടൈപ്പ് സി വരുന്ന കേബിളും, 3 ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിയോ ജാക്ക് വിത്ത് ടൈപ്പ് സി വരുന്ന കേബിളും, 4 DSLR ക്യാമറയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന 3.5mm ഓഡിയോ ജാക്ക് വിത്ത് ടൈപ്പ് സി വരുന്ന കേബിളും, 5 അറ്റ് എ ടൈം ഒരു റിസീവർ പ്ലസ് ഒരു ട്രാൻസ്മിറ്റർ ചാർജ് ചെയ്യാൻ പറ്റുന്ന 1 സൈഡ് ഡബിൾ ടൈപ്പ് സി വിത്ത് USB വരുന്ന ഒരു കേബിളും, അതുകൂടാതെ 2 വിൻമഫും 2 ഇയർഫോണും 2 യൂസർ മാനുവലും നമുക്കിതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്മിറ്ററിനകത്തും റിസീവറിനകത്തും എന്തൊക്കെ കണക്റ്റിംഗ് സോക്കറ്റും ഡിസ്പ്ലേ ഇൻഡിക്കേഷനും കൺട്രോളിംഗ് ബട്ടണും വരുമെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്മിറ്റർ പരിശോധിക്കുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ഹൈറ്റ് വരുന്നത് 4.6 സെൻറ്റിമീറ്ററും വീതി വരുന്നത് 4 സെൻറ്റിമീറ്ററുമാണ്. അതുകൂടാതെ ട്രാൻസ്മിറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷനും കണക്റ്റീവ് ഇൻഡിക്കേഷനും റെക്കോർഡിംഗ് ഇൻഡിക്കേഷനും എക്കോ ഇൻഡിക്കേഷനും കാണാൻ സാധിക്കും. ട്രാൻസ്മിറ്ററിൻ്റെ ടോപ്പിലോട്ട് വരുമ്പോൾ സെൻട്രലായിട്ട് നമുക്ക് മൈക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൂടാതെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്കോ ബട്ടണും റൈറ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് C ടൈപ്പ് ചാർജിങ് സോക്കറ്റും, അതേപോലെ ബോട്ടം സൈഡിലോട്ട് വരുമ്പോൾ സെൻട്രലായിട്ട് നമുക്കൊരു സിംഗിൾ ബട്ടൺ കൊടുത്തേക്കുന്നത് കാണാം. ആ ബട്ടണിൽ തന്നെ പവർ ഓൺ ആൻഡ് ഓഫ് ഫംഗ്ഷനും മ്യൂട്ട് ഫംഗ്ഷനും വരുന്നുണ്ട്. അതേപോലെ ട്രാൻസ്മിറ്ററിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഹാങ്ങിങ് ക്ലിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി റിസീവർ പരിശോധിക്കുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ അതേ ഹൈറ്റും വിഡ്ത്തുമാണ് റിസീവറിന് വരുന്നത്. അതുകൂടാതെ ട്രാൻസ്മിറ്ററിനകത്ത് ഉള്ളതുപോലെ ആ 4 ഇൻഡിക്കേഷൻ റിസീവറിലും കൊടുത്തിട്ടുണ്ട്. റിസീവറിൻ്റെ ടോപ്പ് സൈഡിലോട്ട് വരുമ്പോൾ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണും, വശങ്ങളിലേക്ക് വരുമ്പോൾ ഓഡിയോ ജാക്കും പിന്നെ C ടൈപ്പ് ചാർജിങ് സോക്കറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ബോട്ടം സൈഡിലോട്ട് വരുമ്പോൾ സെൻട്രലായിട്ട് നമുക്ക് ഒരു ബട്ടൺ കാണാം. ആ ബട്ടണിൽ തന്നെ പവർ ഓൺ ആൻഡ് ഓഫും മ്യൂട്ട് ഫംഗ്ഷനും വരുന്നുണ്ട്. അതേപോലെ റിസീവറിൻ്റെ ബാക്ക് സൈഡിൽ ട്രാൻസ്മിറ്ററിനകത്തുള്ളതുപോലെ ഒരു ഹാങ്ങിങ് ക്ലിപ്പും റിസീവറിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡിജിടെക്കിൻ്റെ ഈ വയർലെസ് മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ റിസീവർ ഓൺ ആക്കുക. റിസീവർ ഓൺ ആക്കാൻ വേണ്ടി റിസീവറിൻ്റെ ബാക്ക് സൈഡിലുള്ള സെൻറ്ററിലെ ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ റിസീവർ ഓൺ ആവുകയും അതിനോടൊപ്പം തന്നെ ബാറ്ററി ഇൻഡിക്കേഷൻ്റെ ലൈറ്റും കണക്റ്റീവ് ഇൻഡിക്കേഷൻ്റെ ലൈറ്റും റെക്കോർഡിംഗ് ഇൻഡിക്കേഷൻ ലൈറ്റും ഓണായി വരുന്നതും കാണാം. അതിനകത്ത് കണക്റ്റീവ് ഇൻഡിക്കേഷൻ്റെ ലൈറ്റ് മാത്രം ബ്ലിങ്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്റ്റ് ആയിട്ടില്ലെന്നാണ്. നമ്മളിവിടെ ട്രാൻസ്മിറ്റർ ഓൺ ആക്കിയില്ല. ഇനി നമുക്ക് ട്രാൻസ്മിറ്റർ ഓൺ ആക്കാം. ട്രാൻസ്മിറ്റർ ഓൺ ആക്കാൻ വേണ്ടി ട്രാൻസ്മിറ്ററിൻ്റെ ബോട്ടം സൈഡിലുള്ള സെൻറ്ററിലുള്ള ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്മിറ്റർ ഓൺ ആവുകയും സെക്കൻഡ്സിനുള്ളിൽ റിസീവറും ട്രാൻസ്മിറ്ററും കണക്റ്റ് ആവുകയും ചെയ്യുന്നത് കാണാം. നേരത്തെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ആ കണക്റ്റീവ് ഇൻഡിക്കേഷൻ്റെ ലൈറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം ട്രാൻസ്മിറ്ററും റിസീവറും പ്രോപ്പറായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നതെന്നാണ്. ഇനി നമുക്ക് നമ്മുടെ റെക്കോർഡിംഗ് ഡിവൈസിലേക്ക് നമ്മുടെ റിസീവർ കണക്ട് ചെയ്യാം. ഞാനിവിടെ റെക്കോർഡിംഗ് ഡിവൈസ് ആയിട്ട് എടുക്കുന്നത് എൻ്റെ സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഡിജിടെക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈവശമുള്ള 2
യൂസർ മാനുവലിൽ നിന്ന് QR കോഡുള്ള യൂസർ മാനുവൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വരും. ആ പേജിനകത്ത് വീഡിയോ സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും പുതിയൊരു പേജ് ഓപ്പണായി വരും. ആ പേജിനകത്ത് ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു പേജ് ഓപ്പണായി വരും. ആ പേജിനകത്ത് ഓൾറെഡി ഡീഫാൾട്ട് ഓഡിയോ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുന്നത് കാണാം. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് എക്സ്റ്റേണൽ മൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ മൈക്കും ഓപ്പൺ ക്യാമറ എന്ന ഈ ആപ്ലിക്കേഷനുമായിട്ട് കണക്റ്റായി വർക്ക് ആവത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഡിജിറ്റെക്കിൻ്റെ മൈക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാം? ആൻഡ്രോയിഡ് അല്ല, ഏത് മൊബൈലിലും എങ്ങനെ കണക്ട് ചെയ്യാം? ഡിജിറ്റെക്കിൻ്റെ മൈക്കിൻ്റെ കൂടെ നമുക്ക് 3 കണക്റ്റിംഗ് കേബിൾ വരുന്നുണ്ട്. ഒന്ന് ഓഡിയോ ജാക്ക് വിത്ത് ടൈപ്പ് സി, ഒന്ന് ഡബിൾ സൈഡ് ടൈപ്പ് സി, പിന്നെ ഐഫോണിൽ കണക്ട് ചെയ്യുന്ന ലൈറ്റനിങ് വിത്ത് ടൈപ്പ് സി. ഈ 3 കണക്റ്റിംഗ് കേബിളാണ് നമ്മുടെ ഡിജിറ്റെക്കിൻ്റെ മൈക്കിൻ്റെ കൂടെ വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ, അതായത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കുറച്ച് പഴയ മോഡലാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഓഡിയോ ജാക്ക് വിത്ത് ടൈപ്പ് സി കണക്ട് ചെയ്യാം. അതല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഡബിൾ സൈഡ് ടൈപ്പ് സി പറഞ്ഞ് കണക്ട് ചെയ്യാം. അവസാനം പറഞ്ഞ ഈ 2 കണക്റ്റിംഗ് കേബിളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ വർക്കാവുന്നതായിരിക്കും. ഇനി ഇത് കണക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മുടെ റിസീവർ എടുക്കുക. റിസീവറിൻ്റെ ടൈപ്പ് സി സോക്കറ്റിനകത്തോട്ട് നമ്മുടെ കണക്റ്റിംഗ് കേബിളിൻ്റെ ടൈപ്പ് സി കണക്ട് ചെയ്യുക. അതിനുശേഷം മറുഭാഗം നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ സോക്കറ്റിനകത്ത് കണക്ട് ചെയ്യുക. നിങ്ങളുടെ കൈവശം പഴയ മൊബൈലാണെങ്കിൽ ചിലപ്പോൾ ഓഡിയോ ജാക്ക് ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അല്ല ലേറ്റസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡബിൾ സൈഡ് ടൈപ്പ് സി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം നമ്മൾ റിസീവർ ഓൺ ആക്കുക. റിസീവർ ഓൺ ആക്കിയ ശേഷം നമ്മൾ ട്രാൻസ്മിറ്റർ ഓൺ ആക്കുക. നിമിഷ നേരം കൊണ്ട് റിസീവറും ട്രാൻസ്മിറ്ററും കണക്ട് ആകുകയും അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള ഓപ്പൺ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. വീഡിയോ റെക്കോർഡ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ റെക്കോർഡ് ആവുന്നത് നമ്മുടെ ഡിജിറ്റെക്കിൻ്റെ മൈക്ക് ത്രൂ ആയിരിക്കും. ഇനി നമ്മുടെ ഡിജിറ്റെക്കിൻ്റെ മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും അതുകൂടാതെ മറ്റെന്തൊക്കെ ഫങ്ഷനും വരുമെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റെക്കിൻ്റെ മൈക്കിൻ്റെ പ്രധാനപ്പെട്ട 2 ഫങ്ഷനാണ് നോയിസ് ക്യാൻസലേഷനും എക്കോ എഫക്ട്സും. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ വേണ്ടി ട്രാൻസ്മിറ്ററിൻ്റെ ടോപ്പിൽ ഒരു എക്കോ എന്ന് പറഞ്ഞ ബട്ടൺ കാണും. അവിടെ സിംഗിൾ പ്രസ് ചെയ്യുക. അവിടെ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈക്കിൻ്റെ ഐക്കൺ കാണും. അത് ഗ്രീൻ ലൈറ്റിലായിരിക്കും. ആ ഗ്രീൻ ലൈറ്റ് ചേഞ്ച് ചെയ്ത് ബ്ലൂ ലൈറ്റിലോട്ട് വരും. അതിൻ്റെ അർത്ഥം നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുള്ളതാണ്. ഇനി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാൻ വേണ്ടി നേരത്തെ പ്രസ് ചെയ്ത ആ എക്കോ ബട്ടണിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യുക. ഒന്നും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ബ്ലൂ ലൈറ്റ് ചേഞ്ച് ചെയ്ത് ഗ്രീൻ ലൈറ്റിലോട്ട് വരും. അതിൻ്റെ അർത്ഥം നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആയിട്ടുള്ളതാണ്. ഇനി എക്കോ എഫക്ട്സ് ഓൺ ആക്കണമെങ്കിൽ നേരത്തെ പ്രസ് ചെയ്ത ആ എക്കോ ബട്ടണിൽ 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. 2 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ഫ്രണ്ടിൽ എക്കോ ഒന്ന് ലേബിൾ ചെയ്തിട്ട് കാണും. അവിടെ ഗ്രീൻ ലൈറ്റ് തെളിയും. അതിൻ്റെ അർത്ഥം എക്കോ എഫക്ട്സ് ഓൺ ആയിട്ടുള്ളതാണ്. ഇനി എക്കോ എഫക്ട്സ് ഓഫ് ആക്കണമെങ്കിൽ നേരത്തെ പ്രസ് ചെയ്ത എക്കോ ബട്ടണിൽ ഒന്നും കൂടെ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ഗ്രീൻ ലൈറ്റ് ഓഫ് ആവും. അതിൻ്റെ അർത്ഥം എക്കോ എഫക്ട്സ് ഓഫ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ മൈക്കിൻ്റെ റോ ഓഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ്റെയും എക്കോ എഫക്ട്സിൻ്റെയും കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഡിജിറ്റെക്കിൻ്റെ മൈക്കിൽ നിന്നുള്ള റോ ഓഡിയോ ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ ഔട്ട്ഡോറാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ വോയിസ് കൂടാതെ എൻ്റെ ചുറ്റിനുമുള്ള ആംബിയൻസ് നോയിസ് ഈ മൈക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്യാം? അത് കട്ട് ചെയ്യാൻ വേണ്ടി നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുക. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ വേണ്ടി ഡിജിറ്റെക്കിൻ്റെ മൈക്കിൻ്റെ ടോപ്പിലുള്ള എക്കോ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സൗണ്ടാണ്. നേരത്തെയുള്ള സൗണ്ടും ഇപ്പോൾ ഉള്ള സൗണ്ടും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒന്നും കൂടെ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയാണ്. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ ചീവിടിൻ്റെ സൗണ്ടൊക്കെ വീണ്ടും കയറി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സൗണ്ടാണ്. ആ ചീവിടിൻ്റെ സൗണ്ടൊക്കെ മാക്സിമം ഈ മൈക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ നോയിസ് ക്യാൻസലേഷൻ കൂടാതെ ഈ മൈക്കിനകത്ത് എക്കോ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ ഉണ്ട്. അത് ഓൺ ആക്കാൻ വേണ്ടി എക്കോ ബട്ടണിൽ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ എന്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരു എക്കോ എഫക്ട് രീതിയായിരിക്കും ഞങ്ങൾക്ക് എന്റെ വോയിസ് കേൾക്കുന്നത്. 1 2 3 1 2 3 1 2 3 ഇതാണ് ഈ ഡിജിറ്റെക്കിന്റെ മൈക്കിന്റെ എക്കോ എഫക്ട്സ്. ഈ എക്കോ എഫക്ട്സ് ഓഫ് ആക്കാൻ വേണ്ടി ആ എക്കോ ബട്ടൺ 2 സെക്കൻഡ് വീണ്ടും പ്രസ് ചെയ്യണം. ഇപ്പം സൗണ്ട് നോർമൽ സൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഡിജിറ്റെക്കിന്റെ മൈക്കിന്റെ റോ ഓഡിയോ ക്വാളിറ്റിയും നോയിസ് ക്യാൻസലേഷൻ കപ്പാസിറ്റിയും എക്കോ എഫക്ട്സും. ഇനി ഈ മൈക്കിന്റെ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസ് കവർ കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിജിറ്റെക്കിന്റെ ഈ മൈക്കിന്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോയാണ്. അതായത് റിസീവറും ട്രാൻസ്മിറ്ററും കൂടി എത്ര ദൂരം വരെ കറക്റ്റായിട്ട് സിഗ്നൽ പാസ് ചെയ്ത് നോക്കാം. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുകയാണ്.
മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. വീണ്ടും കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ബാക്കിലോട്ട് നിൽക്കുകയാണ്. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഇപ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ വന്നിട്ടുണ്ട്. ഇതാണ് ഈ മൈക്കിൻ്റെ ഡിസ്റ്റൻസ് റേഞ്ച്. ഇനി നമുക്ക് ഡിജിടെക്കിൻ്റെ മൈക്കിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നോക്കാം. ഡിജിടെക്കിൻ്റെ മൈക്കിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണ്. മാർക്കറ്റിൽ നിലവിലുള്ള മറ്റ് ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4399 രൂപയാണ്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലും ഐഫോണിലും ക്യാമറയിലും ലാപ്പിലും പി സിയിലും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത് 12 മണിക്കൂറാണ്. നമുക്ക് ഏകദേശം 12 മണിക്കൂർ തന്നെ ഈ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റർ, ഇതിൻ്റെ കൂടെ നമുക്ക് 2 ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷനും ഈ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഈ മൈക്ക് 360 ഡിഗ്രിയുള്ള ഓഡിയോ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വോയിസ് കൂടാതെ നമ്മുടെ ചുറ്റിനുമുള്ള ആംബിയൻസ് നോയ്സും ഈ മൈക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് ചെറിയ രീതിയിൽ ഒരു റോബോട്ടിക് എഫക്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സൈസ് മാർക്കറ്റിലുള്ള മറ്റ് ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വലുതാണ്. 2025 ഈ മൈക്ക് പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും വേണം, അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ വേണം. നിങ്ങളുടെ ബഡ്ജറ്റും കുറവാണെങ്കിൽ ഞാൻ ഈ മൈക്ക് 100% റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിവ്യൂ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.